അപ്പോൾ നമുക്കിന്ന് പ്രോബ്ലംസ് നോക്കാം. ഏതിലത്തെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് മൊഡ്യൂൾ 1 പ്രോബ്ലംസാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരെന്തായാലും പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു കാറിൻ്റെ വേഗത ഒരു ഗ്രാഫിൽ 0 സെക്കൻഡ് 0 വേഗതയിൽ തുടങ്ങി 2 സെക്കൻഡിൽ 4 മീറ്റർ/സെക്കൻഡ് വരെ എത്തുന്നു. ആ 2 സെക്കൻഡ് കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ തന്നെ നമുക്ക് അതിൽ എന്താണോ തന്നിരിക്കുന്നത് അതൊക്കെ എടുത്തെഴുതാം. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാഫ് എന്തായാലും വരച്ച് നോക്കണം. അപ്പോൾ എന്താണ് സെക്കൻഡ് വേഗത ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടൈമും വേഗതയാണ്. ടൈമും വേഗതയും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുക. വേഗത ടൈം ഗ്രാഫ്. അതിലിപ്പോൾ എന്താ പറഞ്ഞത് 0 സെക്കൻഡ് 0 വേഗത്തിൽ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി വേഗതയിൽ തുടങ്ങി 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 സെക്കൻഡിൽ 4 മീറ്റർ/സെക്കൻഡ് വരെ എത്തുന്നു. അപ്പോൾ വേഗത 4 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. 4 മീറ്റർ/സെക്കൻഡ് വരെ എത്തുന്നു. അങ്ങനെയെങ്കിൽ ആ 2 സെക്കൻഡിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സഞ്ചരിച്ചത് എന്തായാലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടാൽ പോരെ. ഏരിയ കാണണമെങ്കിൽ ഇതെന്താ ട്രയാങ്കിളുടെ ഏരിയ കണ്ടാൽ മതി അല്ലേ. ട്രയാങ്കിളുടെ ഏരിയ കാണണമെങ്കിൽ ½ BH ആണെന്ന് അറിയാം അല്ലേ. ½ BH ആണ്. ഇത് രണ്ടും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. 2 × 4 ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി 4 മീറ്റർ എന്ന് കിട്ടി. ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഏരിയ ട്രയാങ്കിളുടെ ഏരിയ കാണേണ്ടത് BH അല്ല ½ BH ആണെന്ന് ഓർക്കുക. ഇനി അടുത്ത ചോദ്യം. ഒരു സെക്കൻഡിൽ വിശ്രമാവസ്ഥയിൽ നിന്നും ആരംഭിച്ച് 2 മീറ്റർ/സെക്കൻഡ്² എന്ന ഏകീകൃത ത്വരണത്തിൽ മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് അല്ല കേട്ടോ, ഒരു സൈക്കിൾ എന്നാണ്. ഒരു സൈക്കിൾ വിശ്രമാവസ്ഥയിൽ നിന്നും ആരംഭിച്ച് 2 മീറ്റർ/സെക്കൻഡ്² എന്ന ഏകീകൃത ത്വരണത്തിൽ മുന്നോട്ട് പോകുന്നു. 5 സെക്കൻഡിന് ശേഷം അതിൻ്റെ വേഗത എത്രയായിരിക്കും? 5 സെക്കൻഡിന് ശേഷം അതിൻ്റെ വേഗത എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിശ്രമാവസ്ഥയിൽ നിന്ന് ആരംഭിച്ച് 2 മീറ്റർ/സെക്കൻഡ്² പോയി അല്ലേ. അങ്ങനെയെങ്കിൽ 2 മീറ്റർ/സെക്കൻഡ്² എന്താണ് ഇവിടെ ത്വരണമാണ്. ത്വരണമാണ് എന്ത് 2 മീറ്റർ/സെക്കൻഡ്² എന്ന് തന്നിരിക്കുന്നത്. പിന്നെ എന്താ 5 സെക്കൻഡിന് ശേഷം. അപ്പോൾ അവിടെ T എത്രയാണ്? T എന്ന് പറയുന്നത് 5 ആണ്. വിശ്രമാവസ്ഥയിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ U എന്തായിരിക്കും? ആദ്യം എന്താണ് പറയുക ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും അല്ലേ. പ്രാരംഭ വെലോസിറ്റി എത്രയായിരിക്കും ഇവിടെ? 0 ആയിരിക്കും. അപ്പോൾ നമുക്കിതിൽ മുന്നോട്ട് പോകുന്നതിൽ അതിൻ്റെ വേഗത കണക്കാക്കാനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷനിലിട്ട് കൊടുക്കാം? V = U + AT. ഇത് അറിയുന്നതാണ്. V = U + AT എന്നുള്ള ഇത്. അപ്പോൾ നമുക്ക് U എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ഇവിടെ 0 ആണ് അല്ലേ. U0 + AT. AT എത്രയാണ്? 2 × 5 ആണ്. 2 × 5 എന്ന് പറയുമ്പോൾ 10 മീറ്റർ ആണ്. 10 മീറ്റർ. ഓക്കെ. ഈ A എന്ന് പറയുമ്പോൾ മീറ്റർ/സെക്കൻഡ്². ഇത് വേണ്ട. 10 മീറ്ററാണ്. അപ്പോൾ V എന്ന് പറയുമ്പോൾ മീറ്റർ/സെക്കൻഡ്. ഇത് ഞാൻ എന്താ കാണാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ എന്താ പറയുക ത്വരണത്തിൻ്റെ മീറ്റർ/സെക്കൻഡ്² ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സെക്കൻഡും വന്നിട്ടുണ്ട് അല്ലേ. മുകളിലൊരു സെക്കൻഡ് വന്നത്. ഇത് കട്ട് ചെയ്ത് പോയാൽ മീറ്റർ/സെക്കൻഡാണ് കിട്ടുക എന്നാണ് കാണിക്കാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ V എന്ത് കിട്ടി നമുക്ക്? 10 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എടുത്ത് എടുക്കുക. ഏത് ഫോർമുലയിൽ യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കുറേ ഉണ്ട്. S=UT + ½ AT² ഉണ്ട്. അപ്പോൾ അതിലിട്ട് കൊടുക്കണോ അതോ അപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് V കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോ ഏത് ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം തന്നെ കാണണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ 3 ഇക്വേഷൻസ് ഇവിടെ എഴുതി വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു വസ്തു വിശ്രമാവസ്ഥയിൽ നിന്നും ആരംഭിച്ച് സ്ഥിരമായ ത്വരണത്തിൽ മുന്നോട്ട് പോകുന്നു. S ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നതാണ്. ഇതിലെന്താണ് നമുക്ക് ഒരു വാല്യൂ തന്നിട്ടില്ല. ഇത് എപ്പോഴും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ തവണ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വസ്തു എക്സാമിന് എന്ന് വെച്ചാൽ HSCയുടെ എക്സാമിനല്ല, പല എക്സാമുകളും നെറ്റിൻ്റെയും എല്ലാത്തിൻ്റെ എക്സാമിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വസ്തു വിശ്രമാവസ്ഥയിൽ നിന്നും ആരംഭിച്ച് അപ്പോൾ എന്താണ് ദൂരം S ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിക്കുന്നത്. S ദൂരം സഞ്ചരിക്കാൻ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷനാണ് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? S = UT + ½ AT² അല്ലേ. ദൂരം S ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിശ്രമാവസ്ഥയിൽ നിന്നും ആരംഭിച്ചു എന്ന് പറയുമ്പോൾ U എന്താണ്? 0 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ U 0 ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗം എന്തായി? 0 ആയിപ്പോയി. അപ്പോൾ S = ½ AT² എന്ന് കിട്ടി. ഇനി നമ്മളോട് സമയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സമയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ T² = 2S A എന്ന് കിട്ടും അല്ലേ. 2S/A എന്ന് കിട്ടും.
അപ്പോൾ ടി എന്താണ്? ടി എന്ന് പറഞ്ഞാൽ √2s/a അല്ലേ? സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ. ഇക്വേഷനിൽ വിശ്രമാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ u എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ ടി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ആൻസർ എന്താണ്? ബി ആണ്. അപ്പോൾ ഈസിയാണ്. ഇത് കൂടുതൽ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ HSCയിലും ചോദിക്കാം, വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ അടുത്ത പ്രോബ്ലമാണ്. ഒരു വസ്തു വിശ്രമാവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായി താഴേക്ക് വീഴുന്നു. അതിൻ്റെ ചലനത്തിൻ്റെ ആദ്യ സെക്കൻഡിലും 2-ാം സെക്കൻഡിലും 3-ാം സെക്കൻഡിലും സഞ്ചരിക്കുന്ന ദൂരങ്ങളുടെ അനുപാതം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു പ്രോബ്ലം അല്ല, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണത്? ഒന്നുകൂടി വായിച്ചു നോക്കൂ. ഒരു വസ്തു വിശ്രമാവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായിട്ടാണ് താഴേക്ക് വീഴുന്നത് അല്ലേ? അതിൻ്റെ ആദ്യ സെക്കൻഡ്, 2-ാമത്തെ സെക്കൻഡ്, 3-ാമത്തെ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരങ്ങളുടെ അനുപാതമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതാണ്. 1:3:5 5:7 അങ്ങനെ പോകും. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ടത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു ഫ്രീലി ഫോളിങ് ബോഡി എന്ന് പറയുന്നത് അതിൽ 1-ാമത്തെ സെക്കൻഡിലും 2-ാമത്തെ സെക്കൻഡിലും 3-ാമത്തെ സെക്കൻഡിലും അല്ലെങ്കിൽ 1-ാമത്തെ സെക്കൻഡിലും 2-ാമത്തെ സെക്കൻഡിലെയും ദൂരങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 1:3 ആണ്. ഒരു ഫ്രീലി ഫോളിങ് ബോഡി ആണെങ്കിൽ കേട്ടോ. നിർബാധം പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ സഞ്ചരിക്കുന്ന ദൂരങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് 1:3 5 അതുപോലെ 7. അപ്പോൾ ഇത് 1-ാമത്തെ സെക്കൻഡ്, 2-ാമത്തെ സെക്കൻഡ്, 3-ാമത്തെ സെക്കൻഡ്, 4-ാമത്തെ സെക്കൻഡ്, അതിങ്ങനെ പോകും. അപ്പോൾ 1:3 5 7 ആണ്. അപ്പോൾ ഈ റേഷ്യോ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ ബ്രേക്ക് ചവിട്ടി 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം നിർത്തുന്നു. അതേ കാറ് 20 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് ഫോഴ്സ് സ്ഥിരമായി നിലനിർത്തുകയാണെങ്കിൽ പുതിയ സ്റ്റോപ്പിംഗ് ദൂരം എത്രയായിരിക്കും? ഇത്രയും കൂടി ആലോചിച്ച് എഴുതേണ്ട ഒരു പ്രോബ്ലം ചെയ്യേണ്ടതാണ്. അപ്പോൾ 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് 20 മീറ്റർ/സെക്കൻഡിലാണ് സഞ്ചരിച്ച ശേഷം ബ്രേക്ക് നിർത്തുന്നത് അല്ലേ? 10 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ അല്ലേ? അപ്പോൾ പ്രാരംഭ വെലോസിറ്റി എന്താണ്? u ആയിട്ടാണ് എടുക്കുക അല്ലേ? ഇത് 10 മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ? വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് ചവിട്ടി 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് നിർത്തുന്നത് കേട്ടോ. 20 മീറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? എസ് എന്ന് പറയുന്നത് 20 മീറ്ററാണ്. സഞ്ചരിച്ച ശേഷം നിർത്തുന്നു. അപ്പോൾ ഇവിടെ 10 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ ബ്രേക്ക് ചവിട്ടി 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം നിർത്തുന്നു. പിന്നെ അതേ കാർ 20 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെ യു ആയിട്ട് എടുക്കുന്നത് എത്രയാണ്? അതേ കാർ 20 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ചാലെന്ന് പറയുമ്പോൾ യു ആയിട്ട് 10 അല്ല എടുക്കേണ്ടത്. എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ് ആണ് എടുക്കേണ്ടത്. വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് ഫോഴ്സ് സ്ഥിരമായി നിലനിർത്തുകയാണെങ്കിൽ, ബ്രേക്കിംഗ് ഫോഴ്സ് എന്താണ്? സ്ഥിരമായി നിലനിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്രേക്കിംഗ് ഫോഴ്സ് സ്ഥിരമായിട്ട് നിലനിർത്തുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എസ് എന്ന് എന്താ തന്നെയാണ്? 20 മീറ്റർ തന്നെയാണ് അല്ലേ? ഇവിടെ നമുക്കറിയുന്നത് S ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു v² എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ദൂരം എന്ന് പറയുന്നത് വെലോസിറ്റി സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. S ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു v² എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേൽ എന്താണ്? ദൂരം വെലോസിറ്റി എന്ന് പറഞ്ഞത് 20 മീറ്റർ 10 മീറ്റർ സഞ്ചരിച്ചപ്പോൾ അത് 20 മീറ്റർ ആയിട്ട് കൂടി അല്ലേ? ഒരു ഇതായിട്ട് എന്താ 10 മീറ്റർ സഞ്ചരിച്ചപ്പോൾ എസ് 20 മീറ്ററാണ്. ഇവിടെ നമ്മൾ 20 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. എസ് അപ്പോൾ ഇവിടുത്തെ എന്താ തന്നെയാണ്? 20 മീറ്റർ തന്നെയാണ് അല്ലേ? ഇവിടെ നോക്കി എസും വിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസിൻ്റെ 4 മടങ്ങായിട്ടാണ്. അപ്പോൾ ഇത് ഇവിടെ സ്ക്വയർ റിലേഷൻഷിപ്പ് വന്നപ്പോൾ എസിൻ്റെ 4 മടങ്ങാണ് ഇത് വർദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എസ് എന്ന് പറയുന്നത് 20 ആണെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. 80 മീറ്റർ ആയിട്ടാണ് ഇത് വർദ്ധിക്കുന്നത്. സ്റ്റോപ്പിംഗ് ദൂരം എത്രയായിരിക്കും? അപ്പോൾ സ്റ്റോപ്പിംഗ് ദൂരം എന്ന് പറയുന്നത് 80 മീറ്റർ ആയിരിക്കും. അപ്പോൾ എസ് ഇവിടെ 20 മീറ്റർ തന്നെയാണ്. അതിൻ്റെ ദൂരം സ്റ്റോപ്പിംഗ് ദൂരം എന്ന് പറയുന്നത് എന്താണ്? 4 മടങ്ങായിട്ട് വർദ്ധിക്കും. എസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു v² ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത്. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 20 ഇപ്പോൾ ഇവിടെ ഇരട്ടി ആയി കഴിഞ്ഞാൽ അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 80 ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞതിൽ എസ് ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് 80 ആട്ടോ ഇവിടെ ആവുന്നത്. 20 ഇപ്പോൾ യു എന്ന് പറഞ്ഞ 10 മീറ്ററിൽ നിന്ന് 20 മീറ്ററിലേക്ക് ആയി. ഇപ്പോൾ ഇവിടെ എന്താണ്? 2 മടങ്ങായി അല്ലേ? 1 മടങ്ങ് കൂടി അല്ലേ? അപ്പോൾ ഇതിൽ പറയേണ്ടത് വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഇരട്ടിയായാൽ ദൂരം എന്ന് പറയുന്നത് 4 മടങ്ങാവും. ഇനി വെലോസിറ്റി എത്രയും 4 മടങ്ങായാൽ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്ക്വയർ റേഷ്യോ ആയതുകൊണ്ട് ദൂരം എന്ന് പറയുന്നത് 16 മടങ്ങായിരിക്കും. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് 20 ആയപ്പോൾ ഇവിടെ എന്താണ്? 20 ആയപ്പോൾ അതിൻ്റെ 20ൻ്റെ
4 മടങ്ങായിട്ട് കൂടും. എന്ത് ദൂരം വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ 20ൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 80. അത്രയും നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതേപോലത്തെ ഒരു ഇക്വേഷൻ അതിൻ്റെ ഒന്നുകൂടി നമുക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം നോക്കാം. v വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് ചവിട്ടി d ദൂരം സഞ്ചരിച്ച ശേഷം നിർത്തുന്നു. കാറിൻ്റെ പ്രാരംഭ വേഗത 2v ആയി ഇരട്ടിയാകുകയും ബ്രേക്ക് ഫോഴ്സ് സ്ഥിരമായി നിർത്തുകയും ചെയ്താൽ പുതിയ സ്റ്റോപ്പിംഗ് ദൂരം എത്രയാണെന്നാണ് പറയുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയല്ലേ ഇതേ പ്രോബ്ലം തന്നെ ചോദിക്കുന്നത്. v എന്ന് പറയുന്നത് 2v ആയി ഇരട്ടിയായാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇരട്ടിയായാൽ ദൂരം എന്ത് പറയുന്നത് എന്തായിരിക്കും? 4 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പോൾ വെലോസിറ്റി ഇവിടെ എന്താണ്? 2v ആയാൽ ഇതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നതാണ് 8 അല്ലേ? അപ്പോൾ 8d ആയിട്ട് വർദ്ധിച്ചു. d ആണ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ 8d ആയിട്ട് വർദ്ധിച്ചു. അത്രേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 8d ആവും. ഇനി ഇത് 4 മടങ്ങായിട്ടാണ് വർദ്ധിക്കുകയെങ്കിൽ ഇത് എത്രയാവും? 16d ആയിരിക്കും. അത് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇനി 4ൽ നിന്നും കുറഞ്ഞു വന്നാലോ അതും നമ്മൾക്ക് ഓർത്തിരിക്കണം. എന്ന് വെച്ചാൽ 4ൽ നിന്ന് 2 ഇരട്ടിയായി കുറഞ്ഞെങ്കിൽ എന്താണ് 8 ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനും അറിയണം. അപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. ഇത് s ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു v² ആണ്. വെലോസിറ്റി ഇരട്ടിയായാൽ ദൂരം 4 മടങ്ങാകും. വെലോസിറ്റി 4 മടങ്ങായാൽ ദൂരം എന്തായി? 16 മടങ്ങായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തു എ ബിന്ദുവിൽ നിന്ന് ബി ബിന്ദുവിലേക്ക് v1 വേഗതയിലും തുടർന്ന് ബി ബിന്ദുവിൽ നിന്ന് സി ബിന്ദുവിലേക്ക് v2 വേഗതയിലും സഞ്ചരിക്കുന്നു. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും വസ്തു തുല്യം ദൂരങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മുഴുവൻ യാത്രയും വസ്തുവിൻ്റെ ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരാശരി വേഗത ആണെങ്കിൽ ഇത് എയിൽ നിന്നും ബിയിലേക്ക് v1 ദൂരത്തിലും ബിയിൽ നിന്നും സിയിലേക്ക് v2 ദൂരത്തിലും തുല്യ ദൂരങ്ങളിലാണ് സഞ്ചരിച്ചത്. തുല്യ ദൂരം, ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷനാണ് 2v1 v2 by v1 plus v2. ഇനി ഇതേ ചോദ്യം ഈ തുല്യ ദൂരങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്നതിന് പകരം തുല്യ സമയ ഇടവേളകളിൽ സമയ ഇടവേളകളിലാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് v1 plus v2 by 2 ആണ്. സമയം അവിടെ സെയിം ആണ്. സോ തുല്യ സമയ ഇടവേളകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ v1 plus v2 by 2 ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ തുല്യ ദൂരങ്ങളിൽ എന്ന് പറഞ്ഞാൽ 2v1 v2 by v1 plus v2 ചെയ്യണം. തുല്യ സമയം എന്ന് പറയുമ്പോൾ v1 plus v2 by 2 ചെയ്യണം. ഓക്കെ. ഇനി ഒരു അനലോഗ് ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ കോണീയ വേഗത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോണീയ വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? ഒമേഗ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് 2πf എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2πf ഇവിടെ നമുക്ക് തന്നിട്ടില്ല എഫ്. അപ്പോൾ 2π/t എന്ന് പറയുന്നൊരു ഇക്വേഷൻ. അപ്പോൾ ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി ഇപ്പോൾ സെക്കൻഡ് സൂചി ഇങ്ങനെ തിരണമെങ്കിൽ എത്ര? 60 സെക്കൻഡ് അല്ലേ? ഒരു സെക്കൻഡ് സൂചി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ 60 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്തിട്ട് എടുത്താൽ മതി? 2π/16 അല്ലേ? ഈ ഇക്വേഷനിൽ ഇട്ടെടുത്ത് 2π/16 ഇത് കട്ട് ചെയ്ത് പോകും. π/13 കിട്ടും. π/radian/second ആണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ കോണീയ വേഗത പറയുമ്പോൾ ഒരു സെക്കൻഡ് സൂചി ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ 60 സെക്കൻഡാണ്. 60 സെക്കൻഡ് ഇപ്പോൾ ഈ ഇക്വേഷനിൽ ഇട്ടെടുത്താൽ നമുക്ക് റേഡിയൻ π/30 radian/second. അതിപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ π/16 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഇതാന്ന് തോന്നും കേട്ടോ. അതുപോലെ π/15 കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണമെങ്കിൽ π/30 നമുക്ക് 3.14 ഡിവൈഡ് ബൈ 13 ചെയ്തപ്പോൾ നമുക്ക് 0.1 radian/second ഇങ്ങനെ ചിലപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. 0.1 radian/second. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോബ്ലംസ് ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇനിയും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.